അറിയാൻ വലിയ പ്രാസംഗികരൊന്നുമല്ല. പാസ്റ്റർ നിർബന്ധിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും സമയമൊന്നും കളയുന്നില്ല. ഒറീസയിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഗ്രാം സ്റ്റൈനറ്റിന് 2 മക്കളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു മകളും നമ്മുടെ മരുമകനും പാസ്റ്ററായിട്ട് അവിടെ ഇന്ന് അഭിമാനത്തോടെ സുവിശേഷ വേല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. പൗലോസും ക്രിസ്റ്റിയും അവിടെ ഇന്ന് അഭിമാനത്തോടെ നമ്മുടെ വേല ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് അവിടെ പൊരുതുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ മണിപ്പൂരിനെ കുറിച്ചും പാസ്റ്റർ പറഞ്ഞു. മണിപ്പൂരിൽ അവിടെ അത് നിത്യമായിട്ടുള്ളൊരു സംഭവമാണ്. ക്രിസ്ത്യാനികളും കുക്കികളും മറ്റേ വിഭാഗക്കാരും തമ്മിൽ എന്നും പ്രശ്നമുള്ളൊരു സ്ഥലമാണ്. അവിടെയും നമ്മുടെ സുവിശേഷ വേലക്കാർ അകപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. മുൻപേ പോയിടുന്നവർ ഭാഗ്യമുള്ളവർ എന്ന് പറയുന്ന പോലെ അവരൊക്കെ നമുക്ക് നിത്യതയിൽ കാണുമെന്ന പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇനി സൺഡേ സ്കൂളിൽ നിന്ന് തുടങ്ങാമെന്നാണ് അടുത്ത് വിചാരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് മതി. എന്തിന്? ക്രിസ്തുവിൻ്റെ എന്തൊരു വാക്ക് മതി? സൺഡേ സ്കൂളിൽ കുട്ടികൾ പറഞ്ഞേ എന്ത് മതി? ക്രിസ്തുവിൻ്റെ വാക്ക് എന്തുണ്ടാവണമെന്ന് ഇന്ന് സൺഡേ സ്കൂളിൽ കുട്ടികൾ ലീസ ചേച്ചി പഠിപ്പിച്ചെന്താ? ഏതാ? ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് മതി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ, അല്ലേ? ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്തുണ്ടാകും? അത് സംഭവിക്കും. എൻ്റെ സബ്ജക്റ്റ് അവിടെയല്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജനതയുടെ വിടുതലിനെ കുറിച്ചാണ്. വളരെ കാലമായി ഇസ്രായേൽ അടിമത്തത്തിൽ കിടക്കുകയാണ് മിസ്രൈമിൽ. അത് ശരിയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? അപ്പോൾ ഇസ്രായേലിനെ വിടിവിച്ചതാരാ? ഇസ്രായേലിനെ ആരാ വിടിവിച്ചേ? ആരാ? മോശ. ഞാൻ അത് ഗണ്ണിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ 6-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇസ്രായേലെ വിടിവിക്കാൻ വേണ്ടി ഓരോ ജനനങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം. ക്രിസ്തു എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി ജനിച്ചതിനാ? നമ്മുടെ കഷ്ടങ്ങളെ, നമ്മളെ പാപങ്ങൾ പൊറുക്കാനും വേണ്ടി ക്രിസ്തു ജനിച്ചത്. യഹോവയുടെ അതുപോലെ മോശയുടെ ജനനം വളരെ കഷ്ടപ്പെട്ട് ഞാങ്ങടെ കടയിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് വന്ന ആളാണ് മോശ. അപ്പോൾ മോശേനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് ആർക്ക്? അഹരോന്. മോശ പറയാണ്, എനിക്കിനിപ്പോൾ ദൈവം പറയണ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയാൻ പറ്റില്ല, ഞാൻ വിക്കനാണ്, തടിച്ച് നാവുള്ളവനാണെന്നൊക്കെ പറയാം. അപ്പോൾ ദൈവം പറയാം, നീ കാര്യം ചെയ്യേ, നിൻ്റെ ബ്രദർ ഉണ്ടല്ലോ 3 വയസ്സ് കൂടുതലാണ്, അവൻ പ്രവാചകനാണ്, അവന് കൂടെ കൂട്ടിക്കുമെന്ന് പറയാം. എന്നിട്ട് ഇവരെന്ത് ചെയ്യണു? ഇസ്രായേലിനെ ഇവർ രക്ഷിക്കാൻ വേണ്ടി ആരുടെ അടുത്ത് പോകുന്നു? ഏതാ രാജാവിൻ്റെ പേര്? ഫറവോൻ്റെ അടുത്ത് പോകുന്നു. ഫറവോൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു ബാധ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഫറവോനോട് പറയേ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി പറഞ്ഞുതരാമെന്ന് പറയും. അവിടെ ചെന്നിട്ട് പറയും, എന്താ പറയണ? അവർ പറയും, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇസ്രായേലിനെ വിടിവിക്കണം, ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ, അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഒരു വടിയിട്ടിട്ട് പാമ്പിന് സർപ്പത്തെ ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ മൂപ്പന്മാരും സർപ്പത്തെ ഉണ്ടാക്കും. അപ്പോൾ അതവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഫറവോൻ്റെ ഹൃദയം എന്തായി? കഠിനമാക്കി. അത് ദൈവം ആദ്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന എനിക്ക് തോന്നുന്നത് മോശമായതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ അത്രയും പരീക്ഷണങ്ങൾക്ക് നിന്ന് നമ്മളെ പോലെ പണ്ടേ ഓടിപ്പോയിട്ടോ. ഇത്രയും പരീക്ഷണങ്ങൾ നടന്നിട്ടും എന്ത് ചെയ്തില്ല? ഫറവോൻ വിട്ടയച്ചില്ല. വീണ്ടും എന്ത് കാണിച്ചു? അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ബാധകൾ അവർക്ക് പിന്നെയും അയക്കലുണ്ടായി. എനിക്കത്ര ആദ്യം പാമ്പിനെ ഉണ്ടാക്കി, പിന്നീട് തവളയെ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ ഈച്ചകളുണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ദൈവം ഈ ഫറവോൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമാക്കി. പിന്നെ ക്രിസ്തു അവർ വിടിവിക്കുന്ന രംഗമാണ്. പിന്നെ നമ്മൾ ഏത് പുസ്തകത്തിലാണ്? 12-ാം അധ്യായത്തിൽ. 12-ാം അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 29 മുതൽ വായിച്ചാലും മതി. അത് വേണ്ട, 21. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ 2-ന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ഇതാണ് ക്രിസ്തു. മോശ വിടിവിച്ചു എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ ഞാൻ മുമ്പ് പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ പറയണ്ടായിരുന്നു, ദൈവത്തിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. വീണ്ടും അവസാനം ദൈവം തന്നെ നേരിട്ട് വന്നു. ഇവിടെ മോശയ്ക്കൊന്നും
സത്യം പറഞ്ഞ് എന്ത് പറ്റിയില്ല, ഇസ്രായേലിനെ വിടിവിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ദൈവം തന്നെ വീണ്ടും നേരിട്ട് ഇറങ്ങുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വായിക്കേ. യഹോവ മിസ്രയീമിനെ തെറ്റിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കടലക്കാർ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നുപോകും. ഇവിടെ വലിയൊരു സംഭവമുണ്ട്. അതായത് ഇവിടെ ആട്ടിൻകുട്ടീനെ അറുത്തിട്ട് ഇവർ പറയും ഈ സോപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും തേക്കണം. എന്തിനാണെന്നറിയോ? അതായത് അവസാനം ഇസ്രായേലിനെ വിടിവിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു അവസാനത്തെ പോക്കാണ്. അതായത് അതിൽ ഇസ്രായേൽ ജനം അവിടുന്ന് വിടുതൽ പ്രാപിക്കാൻ പോവുക. അപ്പോൾ കർത്താവ് വരും. എപ്പോൾ വരും? രാത്രി വരും. രാത്രി വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ എല്ലാ ഫറവോൻ മുതൽ ഇവിടെ കിടക്കുന്ന അവസാനം കിടക്കുന്ന തടവുകാരൻ്റെ വരെ മക്കളെ ഇവരൊക്കെ ഉന്മൂലനം ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇസ്രായേൽ മക്കൾക്ക് അവിടുന്ന് നിങ്ങൾ പൊക്കോ, ഇനി നിങ്ങൾ മുമ്പ് കാളക്കുട്ടീനെ വിടില്ല, നിങ്ങൾ വേണമെങ്കിൽ ആരാധിച്ചിട്ട് പോരെ, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ആരാധിച്ചിട്ട് വേഗം വന്നോ, അങ്ങനെയൊക്കെ പല തട്ടിൽ ഇത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. വായിക്കും അത് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ തെറ്റിപ്പിക്കേണ്ടതിന് സംഹാരങ്ങൾ വരുവാൻ സമ്മതിക്കുകയില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. 29 നോക്കി. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. അവിടെ രാത്രിയിൽ എഴുന്നേറ്റതാരാ? ഇസ്രായേൽ മക്കൾ എഴുന്നേറ്റില്ല. അവരോട് ദൈവം തന്നെ പറഞ്ഞു, ഞാൻ വരും, നിങ്ങൾ കട്ടിളപ്പടിയുമ്പോഴും കുറുമ്പടിയുമ്പോഴും രക്തം പരട്ടണം, അതുകൊണ്ട് ഞാനത് കാണുമ്പോൾ മാറിപ്പോകും, അതെനിക്കൊരു സിഗ്നലാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ മക്കളൊക്കെ എന്ത് കാണിച്ചു? മരണമായി. അവിടെ എന്തായി? വായിക്കേ. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. വലിയ നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും ആര് വിളിപ്പിച്ചു? ഇതെല്ലാം ഉണ്ടായപ്പോഴാണ് എന്ത് ചെയ്തത്? ഫറവോൻ എന്നിട്ട് പറയാം, എന്നിട്ട് കഥ പറയണം. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ എന്തുണ്ടായി? നിങ്ങൾ പറഞ്ഞതുപോലെ പോയിക്കോ. അപ്പൊ അതുവരെ എന്തുണ്ടായി? ദൈവം ഈ മോശ ഈ പാമ്പിനുണ്ടാക്കിയിട്ടും ഈച്ചേനെ വന്നിട്ടും തവളേനെ ഉണ്ടാക്കിയിട്ടും ഈ കടല് രക്തമാക്കിയിട്ടും ആർക്കും എന്തുണ്ടായില്ല? ഫറവോന് മനസ്സിന് വ്യത്യാസം വന്നില്ല. ഇവർക്ക് കാടിനും കൂട്ടി. പക്ഷെ ദൈവം നേരിട്ട് ഇടപെട്ടപ്പോൾ എന്തുണ്ടായി? ആ കഥയാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. വായിക്കേ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുവിൻ, എന്നെയും അനുഗ്രഹിപ്പിനെന്ന് പറഞ്ഞു. മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നിന്ന് അയച്ചു. എന്തുണ്ടായി? പിന്നെ ഇസ്രായേലുകാർക്കല്ല തിരക്ക്. ആർക്കാ തിരക്ക്? മിസ്രയീമുകാർക്കാ തിരക്ക്. എന്ത് പറയണ? വേഗം പോയിക്കോന്ന്, ഇവിടെ ഒരാൾ നിൽക്കണ്ട. ദൈവം ഇടപെട്ടപ്പോൾ എന്തുണ്ടായി? ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പറയാണ് എല്ലാവരും പറഞ്ഞ മോശം അഹരോനെ വിടിവിച്ചു എന്നാണ് എല്ലാവരും പറയണത്. എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ദൈവം വീണ്ടും നേരിട്ട് വന്ന് ഇടപെട്ടപ്പോൾ അവർക്ക് വിടുതലുണ്ടായി. വായിക്കേ. ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. എല്ലാവരും മരിച്ചു പോകുന്നു, ഇനി നിങ്ങൾ ഫറവോനെ നോക്കാക്കണം, നിങ്ങൾ വേഗം നിങ്ങളുടെ സ്ഥലത്തേക്ക് വിട്ടോന്നാണ് പറയുന്നത്. വായിക്കേ. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോട് കൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇത് വലിയൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇവർ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് താമസിക്കുക, അവരോടൊക്കെ സ്വർണ്ണം വെള്ളിയൊക്കെ ചോദിച്ചാൽ നമുക്ക് തരുമോ? കർത്താവ് മുന്നേ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ വെള്ളിയും സ്വർണ്ണമൊക്കെ ഞാൻ വാങ്ങിത്തരാമെന്ന്. ആ ഒരു വാഗ്ദത്ത നിവൃത്തിയും കൂടെ അവിടെ നിവർത്തിപ്പെടുകയാണ് ദൈവത്തിൻ്റെ ഈ പോക്കിൽ. ഇതൊക്കെ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് സ്വർണം വേണോ വെള്ളി വേണോ, നിങ്ങൾ ആടുമാടുകൾ വേണോ, നിങ്ങളല്ല ഞങ്ങളും കൂടെ കൊണ്ടുപോക്കോ എന്നുള്ള നിലപാടിലാണ് പിന്നെ മിസ്രയീമ്യർ ഇസ്രായേലോട്. വായിക്കേ. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെടുന്നത്. നമ്മളെല്ലാവരും പറയണത് മോശയാണ് ഇസ്രായേലിനെ രക്ഷിച്ചതെന്നാണ് മൊത്തത്തിൽ പറയണത്. അങ്ങനെ തന്നെയാണ് ആ രക്തത്തിന്, അത് ഈ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിന് വലിയൊരു വില നമുക്കുണ്ട്. ആ രക്തം കൊണ്ടാണ് ക്രിസ്തു അവിടെ മുദ്രയിട്ടത്. അതായത് ഞാൻ
താണ്ഡവമായി വരുമ്പോൾ നിങ്ങളെല്ലാം സുഖമായി ഉറങ്ങിക്കോ, ഇസ്രായേലിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ സാധനങ്ങളും ഇനി വേണ്ട എന്ന് പറയാൻ സ്വർണ്ണം വെള്ളിയും ചട്ടിയും കലവും ഒക്കെ എടുത്തോ, ആട് എല്ലാം എടുത്തോ, നിങ്ങൾ സ്ഥലം വിട്ടോന്നാണ് പറഞ്ഞ്. അങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ അവിടുന്ന് കാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ, പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ യാഗങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എത്ര ആൾക്ക് ബെസ്ലേലിനെ കുറിച്ച് അറിയാം? ബെസ്ലേലിനെ കുറിച്ച് എത്ര ആൾക്ക് അറിയാം? നമ്മൾ ചർച്ചിൽ ബെസ്ലേലില്ലേ? എത്ര ആൾക്കറിയാം ബെസ്ലേലിനെ കുറിച്ച് അറിയാം? ആർക്കറിയാം ബെസ്ലേലിനെ കുറിച്ച് അറിയാം? അറിയില്ലേ? ബെസ്ലേലില്ലേ? അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ബെസ്ലേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഓരോ ബൈബിളിൽ ഓരോ ജന്മത്തെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കുട്ടികൾ അവർക്കൊരു ചെറിയൊരു ധാരണ കിട്ടാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അല്ലാണ്ട് ബെസ്ലേലുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു ചെറിയ ധാരണ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ഇതിനെക്കുറിച്ച് പറയും, യാഗങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അരി കൊണ്ടുവരുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളെ അവരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പോയപ്പോൾ യാഗങ്ങൾ കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലുള്ള നൂല്, അതുപോലെ താമര നൂല്, ചുവപ്പ് നൂല്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളവരെല്ലാം കൊണ്ടുപോരെ. അപ്പോൾ അന്നത്തെ അതനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോരാം, എന്നിട്ട് നമുക്ക് യാഗം നടത്താം. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിന് മുതൽക്കൂട്ടാവുന്ന പോലെ തന്നെ ഒരു ചർച്ചിൽ ഇതെല്ലാം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞാൽ 33-ാം അധ്യായത്തിൽ വരും. അത് നിങ്ങൾ 32-ാം അധ്യായം വായിക്കും. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹ്റോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവനെന്ന് പറഞ്ഞു. അതല്ല 30-ാമത്തെ അധ്യായം ഈ വായിക്കണമെന്നില്ല. അതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നൂല് കൊണ്ടുവരണം, ഇത്ര മുഴത്തിൽ പണിയണം എന്നൊക്കെയാണ് അതിൽ പറയണത്. അത് വായിച്ച് നമുക്ക് പോലും മനസ്സിലാവില്ല. ആർക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? ആർക്കെങ്കിലും വായിച്ചു നോക്കാൻ വേണമെങ്കിലും ഒന്ന് 30-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയേ. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഗദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വായിച്ചപ്പോൾ എന്താ മനസ്സിലായേ? എന്തുണ്ടാക്കണമെന്ന് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് വായിച്ചപ്പോൾ? 1 മുഴം കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കണം, 1 മുഴം കൊണ്ട്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ഉണ്ടാക്കേണ്ട കാര്യം വായിക്ക് കുറച്ചുകൂടി വായിക്ക്. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. പിന്നെ അതിന്റെ ചുറ്റും പൊന്നുകൊണ്ട് വക്കുണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. ശരി, ഇനി അധികം വായിച്ച സമയം കളയണ്ട. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ഈ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ മുഴ എവിടെ വെക്കണം, ഈ സ്വർണത്തിൻ്റെ വക്ക് എവിടെ വെക്കണം, ഈ വെള്ളി കൊണ്ട് എന്തുണ്ടാകും, ഈ നീല നൂല് എവിടെ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ദൈവത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനൊരാളെ ഞാൻ ജനിപ്പിക്കുന്നുണ്ട്. അതാണ് 31-ാം അധ്യായത്തിൽ വായിക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായ? ഈ ബെസ്ലേലിനെ പേർ ചൊല്ലി വിളിച്ച് എന്തിനാന്ന് മനസ്സിലായ? എന്തിനാ വായിക്കേ? അപ്പൊ ദിവ്യാത്മനാൽ ജ്ഞാനം കൊടുത്ത ഒരാളെ ദൈവം വേറെ ഉണ്ടാക്കി. ഇതൊക്കെ ദൈവം കുറേ അധ്യായങ്ങളിൽ ഈ യാഗങ്ങളെ കുറിച്ചും ഈ അളവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് തന്നെ മനസ്സിലായി, ഞാൻ അങ്ങനെ പറയണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ അതിനൊരാളെയും കൂടെ ജനിപ്പിക്കണമെന്ന് ദൈവത്തിന് മനസ്സിലായി. അതിനാണ് ബെസലേൽ. അവനെന്ത് കൊടുത്തു? ദിവ്യ ആത്മാവിന് അതിനുവേണ്ട ജ്ഞാനം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ രക്തമാണ് നമ്മളെ എന്ത് ചെയ്തത്? വിടിവിച്ചത്. അപ്പോൾ ഇസ്രായേലിനെ വിടിവിച്ചത് ആരാ? മോശയാണോ ദൈവമാണോ? ഒരു സംശയം എനിക്ക് മനസ്സിലായത് ദൈവം ഇടപെട്ടപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് അവിടെ നിന്ന് വിടുതൽ കിട്ടിയെന്നാണ്.
അപ്പോൾ ആ ദൈവത്തിൻ്റെ രക്തം നമ്മളെ അത് 1 യോഹന്നാനിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിൻ്റെ അതായത് യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മൾ രക്ഷിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പുതിയ നിയമത്തിൽ നമ്മുടെ പിതാവ് അതായത് പുത്രൻ നമുക്ക് തന്ന ആ ഒരു രക്ഷ. അതിലാണല്ലോ നമ്മളിപ്പോൾ ഇതാക്കുന്നത്. അതായത് യഹോവയുടെ രക്തം, പുത്രൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു.